പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സൗദി അറേബ്യ എന്തുമാത്രം പുരോഗമിച്ചു നോക്കൂ. സൗദി അറേബ്യയില് ലോക ഫുട്ബോൾ അരങ്ങേറി. ലോക ഫുട്ബോൾ വേദിയിൽ സ്ത്രീകൾ വന്നു. സൗദി അറേബ്യയുടെ ഒരു ഡെവലപ്മെന്റ് പോലും ഇവിടെയുള്ള മണ്ടശിരോമണികളായിട്ടുള്ള പുരോഹിതന്മാരുടെ ഉള്ളിൽ എന്താണ് ഉദിക്കാത്തത്? ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് മുഹമ്മദ് നബി ഉള്ള കാലത്ത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ ലിപ്സ്റ്റിക് ഇടരുത്, അതുപോലെ തന്നെ സ്ത്രീകൾ നെയിൽ പോളിഷ് ഇടരുത്. മുഹമ്മദ് നബി ഉള്ള സമയത്ത് എവിടെ ലിപ്സ്റ്റിക്, എവിടെ ക്യൂടെക്സ്? ഈ മരമണ്ടികളായിട്ടുള്ള ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇത് ചിന്തിക്കാനുള്ള സെൻസിൽ ഞാൻ ആലോചിച്ചു പോയി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സൗദി അറേബ്യയിലുള്ള പല പ്രോഗ്രാംസ് കാണുമ്പോൾ അവിടുത്തെ സ്ത്രീകളെല്ലാം ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് നല്ല അടിപൊളി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടാണ് അവർ നടക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഷാർജയിലുള്ള ഭരണാധികാരിയുടെ ഭാര്യയൊക്കെ നല്ല അടിപൊളി ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ ഉള്ളവർ ഇപ്പോഴും കെട്ടിപ്പൊതിഞ്ഞ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ അങ്ങനെയുള്ള കെട്ടിപ്പൊതിഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിൻ ഡിസീസസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ സ്കിൻ ഡിസീസസ് ഇന്ത്യയിലുള്ളത് സ്ത്രീകൾക്കാണ്. അത്തരം ഒരു സ്ഥലത്ത് വായുസഞ്ചാരം ഇല്ലാത്തൊരു വസ്ത്രം ഇട്ടിട്ട് കെട്ടിപ്പൊതിഞ്ഞ് നടക്കുക. പിന്നെ കൃത്യമായിട്ടുള്ള പഠനം ഇല്ലാത്ത കുറെ മതപണ്ഡിതന്മാരുണ്ട്. ശരിക്കും ഖുർആനെ പഠിച്ചിട്ടുള്ള ഒരു മതപണ്ഡിതനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള എത്രയോ നല്ല മതപണ്ഡിതന്മാരുടെ വായിൽ നിന്ന് ശരിക്കും നല്ല അടിപൊളി വാചകങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. അവർ പറയും, ഈ അടുത്ത് ഞാനൊരു മതപണ്ഡിതൻ കേട്ടു, ഈശ്വരന് അവന്റെ സൃഷ്ടായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാണ്. അപ്പൊ അമുസ്ലിം എന്നോ ആ ഹിന്ദു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം തന്നെയുണ്ടോ? ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഒരേ ഈശ്വരനാണ്. അപ്പൊ നമ്മൾ പലരും നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള മതപുരോഹിതന്മാരും ഉണ്ട് കേട്ടോ മുസ്ലിം മതത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ സൗദി അറേബ്യ പോലും മാറിയിരിക്കുന്നു. സ്ത്രീകൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചാൽ മതി എന്നാണ് അവിടെയുള്ള കിരീടാവകാശി പറയുന്നത്, രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുന്നത്. ഇപ്പോഴും നമുക്ക് നേരം വെളുത്തിട്ടില്ല. പലപ്പോഴും ആലോചിക്കും, നമ്മുടെ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ജീൻസ് ഇട്ടതിന് ശേഷമാണ് കേരളത്തിലുള്ള ആളുകൾ ജീൻസ് ഇടാറ്. ഇപ്പോഴും സ്ത്രീകൾ ജീൻസ് ഇട്ട് പോവാണെന്നുണ്ടെങ്കിൽ പലരും അതും ഇതും പറയും. പക്ഷെ സ്ത്രീകൾക്ക് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് കേട്ടോ ജീൻസ് എന്ന് പറയുന്നത്. ജീൻസ് ഇട്ടുള്ള ഒരു സ്ത്രീനെ പെട്ടെന്ന് ഒരു പുരുഷനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുകയില്ല. അത് ശരിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളോട് ഞാനത് പറയുന്നത്. ഒരു മിഡി ഇടുന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു സാരി ഇടുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇനിയെങ്കിലും നേരം എടുക്കണമെന്നാണ്. അതായത് ഇസ്ലാം മതം ജനിച്ചിട്ടുള്ള സൗദി അറേബ്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിലുള്ള ഒരു കിരീടാവകാശി, ഒരു രാജാവ് പറയാണ് സ്ത്രീകൾ മാന്യമായിട്ടുള്ള വസ്ത്രം മാത്രം ധരിച്ചാൽ മതി. ഇവിടെ ആരും പറയുന്നില്ല പർദ്ദ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുഖം മറച്ച് നടക്കാനും പറയുന്നില്ല. അവരിങ്ങനെ മൂടിപ്പൊതിച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും അദ്ദേഹത്തിന് വലിയ ബിഗ് സല്യൂട്ട്.